ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലായി 100 കോടി ഫോളോവേഴ്സിനെ സ്വന്തമാക്കുന്ന ആദ്യ വ്യക്തിയെന്ന നേട്ടം കുറിച്ച പോർച്ചുഗീസ് ഫുട്ബോളർ ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലായി 100 കോടി ഫോളോവേഴ്സിനെ സ്വന്തമാക്കുന്ന ആദ്യ വ്യക്തിയെന്ന നേട്ടം കുറിച്ച പോർച്ചുഗീസ് ഫുട്ബോളർ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ബുഡാപെസ്റ്റ് വേദിയായ ലോക ചെസ് ഒളിമ്പ്യാഡ് ഉച്ചകോടിയിൽ പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മറ്റന്നൂർ ഗ്രാമപഞ്ചായത്ത്. ജലശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച രാജ്യാന്തര വാട്ടർ വീക്ക് ഉച്ചകോടിയിൽ പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് മറ്റന്നൂർ ഗ്രാമപഞ്ചായത്താണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേര് എന്താണ്? ശ്രീവിജയപുരം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേര് ശ്രീവിജയപുരം എന്നാണ്. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനു പകരം ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരമേറ്റ വനിത ആരാണ്? അതിഷി മർലേന സിംഗ്. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനു പകരം ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരമേറ്റ വനിത അതിഷി മർലേന സിംഗ് ആണ്. ഇന്ത്യയിൽ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനുള്ള ശുപാർശകൾ ഉന്നത അധികാര കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദ്. ഇന്ത്യയിൽ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനുള്ള ശുപാർശകൾ ഉന്നത അധികാര സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദാണ്. ദേശീയതല ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ തുടർച്ചയായ 2ാം വർഷവും 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. ദേശീയതല ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ തുടർച്ചയായ 2ാം വർഷവും 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളമാണ്. 2024 US ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവായ ഇറ്റാലിയൻ താരം ആരാണ്? യാനിക് സിന്നർ. 2024 US ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവായ ഇറ്റാലിയൻ താരം യാനിക് സിന്നറാണ്. 2024 US ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവായ ബെലാറൂസ് താരം ആരാണ്? അരീന സബലെങ്ക. 2024 US ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവായ ബെലാറൂസ് താരം അരീന സബലെങ്കയാണ്. ഹുലൻബറിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിലെ മികച്ച താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഹർമൻപ്രീത് സിംഗ്. ഹുലൻബറിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിലെ മികച്ച താരം ഹർമൻപ്രീത് സിംഗ് ആയിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റ ആരാണ്? എയർ മാർഷൽ അമർപ്രീത് സിംഗ്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് എയർ മാർഷൽ അമർപ്രീത് സിംഗ് ആണ്. 2025 ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? ലാപ്ത ലേഡീസ്. 2025 ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ലാപ്ത ലേഡീസ് എന്ന സിനിമയാണ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാറാണ്. 2024 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ജേതാക്കളായത് കാരിച്ചാൽ ചുണ്ടനാണ്. 2024 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ കാരിച്ചാൽ ചുണ്ടനാണ്. 2024 ജനുവരിയിൽ അറബിക്കടലിൽ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പലിൻ്റെ പേരെന്താണ്? MV ലീല നോർഫോക്ക്. 2024 ജനുവരിയിൽ അറബിക്കടലിൽ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പലാണ് MV ലീല നോർഫോക്ക്. 2023 ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ്.
2023 ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും മികച്ച കമ്പനി മൈക്രോസോഫ്റ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് അഗ്രി എക്സ്പോർട്ട് തുറമുഖം എന്ന അംഗീകാരം ലഭിച്ച തുറമുഖം ഏതാണ്? മുംബൈ ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് അഗ്രി എക്സ്പോർട്ട് തുറമുഖം എന്ന അംഗീകാരം ലഭിച്ച തുറമുഖം മുംബൈ ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. 2023 JCB സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? പെരുമാൾ മുരുകൻ. 2023 JCB സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ്. 2023 വേൾഡ് എക്സ്പോയുടെ വേദി എവിടെയാണ്? റിയാദ്. 2023 വേൾഡ് എക്സ്പോയുടെ വേദി റിയാദാണ്. 2023 37ാമത് ദേശീയ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. 2023 37ാമത് ദേശീയ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. കേരള ഫോക്ലോർ അക്കാദമി നൽകുന്ന 2024 PK കാളൻ പുരസ്കാരം ലഭിച്ച കെ കുമാരൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിമ്മാനക്കളി. കേരള ഫോക്ലോർ അക്കാദമി നൽകുന്ന 2024 PK കാളൻ പുരസ്കാരം ലഭിച്ച കെ കുമാരൻ ചിമ്മാനക്കളി എന്ന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണൻ. കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ്. 2034 ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? സൗദി അറേബ്യ. 2034 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് സൗദി അറേബ്യയിൽ വെച്ചാണ്. 2023 17 പുതിയ ജില്ലകൾ രൂപീകരിച്ചതോടെ ഏത് സംസ്ഥാനത്തെ ജില്ലകളുടെ എണ്ണമാണ് 50 ആയത്? രാജസ്ഥാനിലെ. 2023 17 പുതിയ ജില്ലകൾ രൂപീകരിച്ചതോടെ ഇപ്പോൾ രാജസ്ഥാനിലെ ജില്ലകളുടെ എണ്ണം 50 ആണ്. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? വാരണാസി. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ ആരംഭിച്ചത് വാരണാസിയിലാണ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ്. മെഡിസപ്പ് എന്ന പദ്ധതി ആരംഭിച്ചത് 2022 ജൂലൈ 1-നാണ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ്. പൊതു ഇടങ്ങളിലോ വീടുകളിലോ രാത്രി ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിഴൽ. പൊതു ഇടങ്ങളിലോ വീടുകളിലോ രാത്രി ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിഴൽ. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? അനുര കുമാര ദിസനായകെ. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനുര കുമാര ദിസനായകയാണ്. ഇന്ത്യയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഓൺലൈൻ പോർട്ടലാണ് ഉദ്യം. ഇന്ത്യയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഓൺലൈൻ പോർട്ടലിൻ്റെ പേരെന്താണ്? ഉദ്യം. ഏകീകൃത ആംബുലൻസ് നിരക്കുകൾ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏകീകൃത ആംബുലൻസ് നിരക്കുകൾ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഏഷ്യയിലെ അതിസമ്പന്നമായ ഗ്രാമം എന്ന ബഹുമതി സ്വന്തമാക്കിയ ഇന്ത്യൻ ഗ്രാമം ഏതാണ്? മദാപ്പർ. ഏഷ്യയിലെ അതിസമ്പന്നമായ ഗ്രാമം എന്ന ബഹുമതി സ്വന്തമാക്കിയ ഇന്ത്യൻ ഗ്രാമം മദാപ്പറാണ്. തമിഴ് ചലച്ചിത്ര നടൻ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? തമിഴക വെട്രി കഴകം. തമിഴ് ചലച്ചിത്ര നടൻ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രി കഴകം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? അമേരിക്ക. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയ രാജ്യം അമേരിക്കയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു? 71. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71 ഇന്ത്യക്ക് ലഭിച്ച മെഡൽ 1 വെള്ളിയും 5 വെങ്കലവുമായിരുന്നു. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാണ്? അന്നപൂർണ ദേവി. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയാണ്. നിലവിലെ കേരള മന്ത്രിസഭയിൽ മ്യൂസിയം, ആർക്കിയോളജി, രജിസ്ട്രേഷൻ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? രാമേന്ദ്രൻ കടന്നപ്പള്ളി. നിലവിലെ കേരള മന്ത്രിസഭയിൽ മ്യൂസിയം, ആർക്കിയോളജി, രജിസ്ട്രേഷൻ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളിയാണ്. കേരള മന്ത്രിസഭയിൽ നിലവിലെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രി ആരാണ്?
OR കേളു. കേരള മന്ത്രിസഭയിൽ നിലവിലെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രി OR കേളുവാണ്. ആദിത്യ L1 സൂര്യൻ്റെ കൊറോണയെപ്പറ്റി പഠിക്കാനുള്ള പേലോഡ് ഏതാണ്? VELC. ആദിത്യ L1 സൂര്യൻ്റെ കൊറോണയെപ്പറ്റി പഠിക്കാനുള്ള പേലോഡാണ് VELC. 2024 ഏത് ജീവിവർഗങ്ങളുടെ വർഷമായാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്? ഒട്ടകം. 2024 ഏത് ജീവിവർഗങ്ങളുടെ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്? ഒട്ടകം. 2024 മെയ്യിൽ അന്തരിച്ച രഘുനന്ദൻ കാമത്ത് അറിയപ്പെടുന്ന പേരെന്താണ്? ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ. 2024 മെയ്യിൽ അന്തരിച്ച രഘുനന്ദൻ കാമത്ത് അറിയപ്പെട്ടിരുന്നത് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ്. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ്? എറണാകുളം. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി എറണാകുളമാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യത്തെ മെഡൽ നേടിയത് മനു ഭാകറാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യത്തെ മെഡൽ നേടിയത് മനു ഭാകറാണ്. അടുത്തിടെ ആരംഭിച്ച കേരളത്തിൻ്റെ ആഭ്യന്തര 2020 ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ പേര് എന്താണ്? കേരള ക്രിക്കറ്റ് ലീഗ്. അടുത്തിടെ ആരംഭിച്ച കേരളത്തിൻ്റെ ആഭ്യന്തര 2020 ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ പേര് കേരള ക്രിക്കറ്റ് ലീഗ് എന്നാണ്. ഏത് സംസ്ഥാനത്ത് നിന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശിൽ നിന്നുമാണ്. കേരള സംസ്ഥാന ലോട്ടറി വകുപ്പിൻ്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം എന്താണ്? പുൽച്ചാടി. കേരള സംസ്ഥാന ലോട്ടറി വകുപ്പിൻ്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം പുൽച്ചാടിയാണ്. സുഡാനിലെ ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ കാവേരി. സുഡാനിലെ ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. കേരളത്തിലെ ഏത് പ്രമുഖ വ്യക്തിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം? ശ്രീകുമാരൻ തമ്പിയുടെ. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയുടെ പേര് ജീവിതം ഒരു പെൻഡുലം എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പോക്സോ കോടതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിൽ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പോക്സോ കോടതി പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചിയിലാണ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി ഏതാണ്? കൂട്ട്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് കൂട്ട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല ഏതാണ്? തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല തൃശ്ശൂരാണ്. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാനായി മലയാളം മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? അനന്യ മലയാളം. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാനായി മലയാളം മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അനന്യ മലയാളം. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്ത എവിടെയാണ്? കൊച്ചിയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് കൊച്ചിയിലാണ്. 25 വർഷം പൂർത്തിയാക്കിയ കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ മിഷൻ ഏതാണ്? കുടുംബശ്രീ. 25 വർഷം പൂർത്തിയാക്കിയ കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ മിഷനാണ് കുടുംബശ്രീ. ഗോത്രസാരഥി പദ്ധതിയുടെ പുതിയ പേരെന്താണ്? വിദ്യാവാഹിനി. ഗോത്രസാരഥി പദ്ധതിയുടെ പുതിയ പേര് വിദ്യാവാഹിനി എന്നാണ്. 2023 മാർച്ചിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര നടൻ ആരാണ്? ഇന്നസെൻ്റ്. 2023 മാർച്ചിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര നടൻ ഇന്നസെൻ്റ് ആണ്. മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? രത്തൻ ടാറ്റ. മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് രത്തൻ ടാറ്റയാണ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി കേരള തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? അതിഥി ആപ്പ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി കേരള തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ചക്കിട്ടപ്പാറ. കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ചെയർമാൻ KV മനോജ് കുമാറാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.